ഒന്ന് ജമ്പ് ചെയ്താലോ? ഞാൻ നിങ്ങളെല്ലാവരും പ്രസന്റേഷൻ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് യാഥാർത്ഥ്യം. അതായത് ഞാൻ കൈയടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ കൈയടിക്കുമ്പോഴാണ് മറ്റു പലരും കൈയടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരണം. പിന്നെ ഇത് ലാസ്റ്റിക്ക് വെക്കാൻ നിൽക്കണ്ട, കാരണം ഉണ്ട കുറവാണ്, മുജീബായിൻ്റെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തിൽ തന്നെ കൈയടിച്ചു. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഇന്ന് നല്ല നല്ല തണുപ്പാണല്ല, അതെന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ വന്നതാണ്. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് തൗഫീഖ് തെന്നല. കുൻഫുദയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ഞാൻ ഒരു ബിസിനസ് മാൻ സക്സസ് ആവേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന് വേണ്ടത്, ഒരു ബിസിനസ് മാൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ബിലീഫ്. രണ്ടാമത് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. മൂന്നാമത് വേണ്ടത് കാം ആൻഡ് പീസ് മൈൻഡ്. നാലാമത് വേണ്ടത് പേഷ്യൻ. അഞ്ചാമത് വേണ്ടത് ഓണസ്റ്റ്. ബിലീഫ്. നമ്മൾ എല്ലാ ആളുകളും ബിസിനസ്സുകാരാണ്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള, അതല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെക്കായും കൂടുതൽ ബുദ്ധി നമുക്കുണ്ടോ? അല്ല, എല്ലാവർക്കും ഏകദേശം 1-300 ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഭാരം. പക്ഷെ നമ്മളെന്ന് പറയുന്നത് നമ്മൾ സ്വയം വിശ്വസിച്ച് മാത്രമല്ല, നമ്മളെപ്പോഴുള്ള ടീമുകളെ നമ്മളെ വിഷനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഒരു അലക്സ് ജോൺ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരുപാട് മുമ്പത്തെ കഥയാണ്. അദ്ദേഹം ഇതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇയാൾക്ക് അദ്ദേഹത്തിന് നല്ലൊരു കഴിവാണ്, എനിക്കെന്തുകൊണ്ട് സ്വയം ബിസിനസ് ചെയ്തുകൂടാ. അങ്ങനെ ഇദ്ദേഹം ബിസിനസ് ചെയ്തു. നല്ല അടിപൊളി ബിസിനസ്, എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ബിസിനസ് ചെറുതായിട്ടൊരു അഹങ്കാരം ഇങ്ങനെ കയറി. അങ്ങനെ എല്ലാവിധ ദുശ്ശീലങ്ങളുണ്ടായി. ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ നിന്നു. അപ്പോൾ കീഴുദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ദുരുപയോഗം ചെയ്തു. പറ്റ പോലീസായി താഴേക്ക് അധപ്പതിച്ചു. അക്കാരിങ്ങനെ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കണം. എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വിഷം വാങ്ങാൻ പോലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാശില്ല. അങ്ങനെ ഇദ്ദേഹം പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഇത് വളരെ വിഷമത്തിൽ നിൽക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാശിന് ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. എൻ്റെ ഉള്ളറിയുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാര്യം ചില സമയങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാവും, എൻ്റെ ഉള്ളിൽ കേൾക്കണമെങ്കിൽ, എൻ്റെ സംസാരം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാര്യം, അതാണ് പ്രശ്നം, നിങ്ങൾക്ക് എത്ര വേണ്ടത്? അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു ചെക്ക് എടുത്തു. ഇദ്ദേഹം പറഞ്ഞ എമൗണ്ട് എത്രയാണോ അത് സൈൻ ചെയ്തു. ഇദ്ദേഹം തിരിച്ചു. അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുമ്പോഴാണ് ആ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ് പറയുക? ജോൺ ഡി റോക്ക്ഫെല്ലറുടെ സൈന്. അത് കേട്ടപ്പോൾ ചെക്ക് കിട്ടിയപ്പോൾ തന്നെ കിളി പോയി. ഇതും കൂടി കണ്ടപ്പോൾ അന്നത്തെ ആദ്യത്തെ ബില്യനറായിട്ടുള്ള ജോൺ ഡി റോക്ക്ഫെല്ലറുടെ ചെക്കാണ്. അങ്ങനെ അപ്പം തന്നെ, കാരണം ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ചെറിയ കാര്യം വിട്ടുപോയി. നാളെ നേരം വെളുക്കാൻ പാടില്ല. നാളെ നേരം വെളുത്താൽ ഇദ്ദേഹത്തിന് കടക്കാർ വന്ന് പൊതിയും. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം തന്നെ ബാങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പം ഇദ്ദേഹം ചിന്തിച്ചു, ഇത്രയും വലിയൊരു മനുഷ്യൻ, ബിസിനസ്സിൽ ഒരുപാട് ആളുകളുടെ റോൾ മോഡലായിട്ടുള്ള ഇത്രയും വലിയൊരു മനുഷ്യൻ തന്ന ചെക്ക്, അതൊരു മോട്ടിവേഷന് വേണ്ടി, ഒരു വൈബ്രേഷന് വേണ്ടി എൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്തുകൊണ്ട് ഒന്നും കൂടി തുടങ്ങിയില്ല കൂടാ. കാരണം ഒരുപാട് പരിചയമുള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ വെണ്ടേഴ്സിനെയും എല്ലാ ഡിസ്ട്രിബ്യൂഷനെയും പോയി കണ്ടിട്ട് പറഞ്ഞു, ഒരു 6 മാസം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ചെക്ക് തന്നപ്പോൾ അടുത്ത വർഷം ഇതേ ദിവസം ഈ പാർക്കിൽ ഞാൻ വരും, എനിക്ക് 1 രൂപ ഏറെ വേണ്ട, പക്ഷെ എൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് തിരിച്ചു തരണം.
അങ്ങനെ ഇദ്ദേഹം ഓരോ ആളുകളോട് ഓരോ ഡേറ്റ് ഒക്കെ പറഞ്ഞു. അത് കോൺഫിഡൻ്റ് ഉണ്ട്, കാരണം എന്താ ചെക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇദ്ദേഹം ബിസിനസ്സിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വന്നു. ഇതെങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കട്ടെ, കാരണം എന്താ തന്നെ താനാക്കിയ ആ ദൈവത്തെ കാണാൻ. അങ്ങനെ ഇതേ ദിവസം ഇദ്ദേഹം പാർക്കിലേക്ക് നിൽക്കുകയാണ്. ആ കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ ഈ വ്യക്തി ഇങ്ങനെ ചുമ്മാനായിട്ടുള്ള മനുഷ്യനെ നടന്നു വരാം. അടുത്തെത്തിയപ്പോൾ ഇയാളിങ്ങനെ കെട്ടിപ്പിടിക്കാനുണ്ട് പോവാണ്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നുങ്ങാണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഹലോ മിസ്റ്റർ, സോറി, ഇദ്ദേഹം മാനസിക രോഗിയാണ്. ഇദ്ദേഹം മാനസികം കൂടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറയാൻ ഞാൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ആണെന്ന്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന് അറിയുന്ന ഒരു കാര്യം, ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് സൈൻ ചെയ്യാനാണ്. ഇതാണ് വിശ്വാസത്തിന്റെ കാര്യം. വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാം. രണ്ടാമത് എന്താ പറഞ്ഞത്? ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ, നിങ്ങളൊക്കെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ നോക്കാൻ കഴിയുന്നത്. ബിസിനസ്സിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ, ഉയരങ്ങൾ, ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഇനി ഒരുപാട് ഉയരത്തിലെത്തട്ടെ. അപ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കും, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഹല്ലേലൂയ പറയും, അൽഹംദുലില്ലാ പറയും. അങ്ങനെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിനുള്ള ഒരു ഓപ്ഷൻ എല്ലാ കൾച്ചറിലുണ്ട്. പക്ഷെ ഈ പറയുന്നതൊക്കെ നാവനക്കിക്കൊണ്ടാണ്. അതല്ല വേണ്ടത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായത്, ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത്, ഈ ഒരു അറിവുണ്ടായത്, എത്രയോ ആളുകൾ നാളെ ലോകം കാണാതെ, അല്ലെങ്കിൽ ഇന്ന് ലോകം കാണാതെ ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊരു സാറ് പറയുന്നത് പോലെ പകുതി വെള്ളമില്ല എങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഉയരാൻ കഴിയും. മൂന്നാമത് എന്താ പറഞ്ഞത്? നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് ഇങ്ങനെ പോയാൽ പോരാ, അങ്ങനെ പോകണം. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമുക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത്? ഈ ചെറിയ വിത്തിൽ നിന്നാണ് ഈ വലിയ മരം ഉണ്ടാകുന്നത്. എന്താണ് ഈ വിത്ത്? ചിന്ത. ഈ ചിന്തകൾ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ കാമൻ ക്വയറ്റായിരിക്കും. ഒരു ഹോട്ടലിൽ, വലിയ തിരക്കുള്ള സിറ്റിയിലുള്ള ഒരു ഹോട്ടലാണ്, ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാറ്റ വന്നിങ്ങണ്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീ ചാടി എണീറ്റ് ആകെ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അപ്പുറത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ ശരീരത്തിലേക്കായി. അവരിതിനേക്കായും കഷ്ടം, ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഈ ബഹളം കേട്ടിട്ട് പുറത്തുനിന്ന് ആള് വന്ന് വണ്ടികളോടെ ബ്ലോക്കായി, ആകെ ജേഗ പോകാം. ആ ഹോട്ടൽ മാത്രമല്ല, ആ പരിസരം മുഴുവൻ. ഇത് കണ്ടപ്പോൾ വെയിറ്റർ ഓടി വന്നപ്പോൾ ഈ പാറ്റ വെയിറ്ററിന്റെ ശരീരത്തേക്ക് വന്നു. വെയിറ്റർ ഇങ്ങനെ നിരീക്ഷിച്ചു, അതിങ്ങനെ ചെറുതായിട്ടാണ് പിടിച്ചു പുറത്ത്. എന്താണ് സംഭവിച്ചത്? നമുക്കുണ്ടാകുന്ന, ബിസിനസ്സിലുണ്ടാകുന്ന, ജീവിതത്തിലുണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളെ കാമൻ ക്വയറ്റായിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞു. പുഷ്പപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്? അന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച്, ഫ്രസ്ട്രേഷൻ അടിച്ച് ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. പരിഹരിപ്പിച്ചപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എത്ര ആണോ? അല്ല. നെക്സ്റ്റ് പേഷ്യൻ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് കോഴിക്കോട് എന്നും സ്വർണ്ണവേട്ടയാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ചില ആളുകളോ 2 ദിവസം ഉണ്ടാക്കും, 3-ാമത്തെ ദിവസം പിന്നെ അതിലും വലിയ അകത്താണ് കിടക്കുന്നത്. പിന്നെ ഇന്നലെ മിനിയാന്ന് ഒരാളോട് സംസാരിച്ച ആൾ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടി ചെയ്തവർ വേറൊന്നും ചെയ്യില്ല. കാരണം അത്രയ്ക്ക് പൈസയാണ് ഓരോ ദിവസം മാറിയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ പിറ്റേന്ന് അത് മുളച്ചു നോക്കാൻ പറ്റുമോ? തുറന്നു നോക്കാൻ പറ്റുമോ? മുളക്കുക. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻ്റ് വേണം. നമ്മളൊരു വിഷനിലേക്ക് നടക്കുകയാണെങ്കിൽ അതിന് ഒരു കാലഘട്ടം ഉണ്ട്.
ഒരു ആൽമുളം ആല് വളരുന്ന അതേ കാലത്തിലേക്ക് ഒരു വാഴ വളരും. ഒരു പൂച്ചയുടെ ഗർഭം ഒരു ആനയുടെ ഗർഭം വ്യത്യാസമുണ്ട്. അപ്പം ഏതൊരു വിഷനും ഏതൊരു നമ്മുടെ ചിന്തകൾക്കും അതിനൊരു കാലഘട്ടം, അതിനൊരു വേഷം നമ്മൾ കാണാം. നെക്സ്റ്റ് സത്യസന്ധത. സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബകാലയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഞാനിങ്ങനെ ഒരു 2000 റിയാൽ 2500 റിയാൽ സാധനം വാങ്ങും, 1500 റിയാൽ തരും, 2000 തരും, ബാക്കി എടുക്കുന്നത് കിട്ടും. പക്ഷെ അതിലാണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്. അതേമാതിരി തന്നെ ചിലപ്പോൾ വണ്ടി പാർട്ടിക്കാർ വന്ന് ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിലും കൊടുക്കില്ല. പിന്നീട് നമുക്ക് മനസ്സിലായി, എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ സത്യസന്ധരായി കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് സത്യം ഇന്ന ഡേറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞാലേ കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ കാരണം പറയണം, എടാ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഫോൺ എടുക്കാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തരും, നാളെ നമ്മൾ തന്നെയാണ് കുടുങ്ങല്. പഞ്ചുകാരിയായില്ല അയക്കണം. അതായെന്ന് വെച്ചാൽ നമ്മളെ ജഗതി ചേട്ടൻ പറഞ്ഞു, എന്താ നവരസങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ലാസ്റ്റ് എന്ത് പറഞ്ഞേ അനീസ് ഭായി? ലാസ്റ്റ് എന്ത് പറഞ്ഞേ? അല്ല, ഞാൻ സ്വന്തം കണ്ടുപിടിച്ച കുറച്ച് രസങ്ങൾ. അതേമാതിരി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് രസങ്ങൾ. അതായത് 2019 ഞങ്ങളൊരു റൂറൽ ഏരിയയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഒരു മോഹം എന്ന് വെച്ചാൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം. എനിക്കങ്ങനെയല്ല, എൻ്റെ ഒരു അടിപൊളിയായ ഒരു വേറെ ലെവലിലായിരുന്നു. ഏതായാലും ആ ഏരിയയിൽ ഒരു വലിയൊരു ബിസിനസ് തുടങ്ങി. തിരിച്ച് ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ബിസിനസ്, 5 ലക്ഷം റിയാൽ 6 ലക്ഷം. അത് എല്ലാവരും താഴേക്ക് വരില്ല, ഞാൻ പാതാളത്തിലേക്ക് പോയി. ഇനി താഴേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മണ്ണിടണം. നമ്മളിപ്പോൾ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അതായി. അവിടെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യക്തി പരാജയപ്പെടുമ്പോൾ അതല്ലെങ്കിൽ ഒരു ചെറിയ സുഷിരം, ഒരു പരാജയത്തെ ഒരു ചെറിയ സുഷിരമായി കണക്കണം. അതിന് നമുക്കൊരു എന്താ പറയുക, ബാൻഡേജ് അല്ലാത്ത ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കണം. പക്ഷെ അത് വലിയൊരു ദൂരമായി മാറില്ല. എങ്ങനെ നമ്മൾ ഈ പരാജയത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കും. ഞാൻ പൊട്ടിയിട്ടൊന്നുമില്ല, അപ്പോഴും നമ്മളൊരു ഇന്നോവ എടുക്കും. നമ്മൾ ശരിക്കും ഒരു മാരുതി എടുക്കാനുള്ള കാശില്ല, ഒരു ഇന്നോവ എടുക്കും, ഫൈനാൻസ് എടുക്കും. പിന്നെ മറ്റുള്ളവർ ചോദിക്കും, ഇവൻ ഇതിന്റെ മുന്നേ അറിഞ്ഞിരിക്കണം, നമ്മൾ പൊട്ടണതിന്റെ മുന്നേ തന്നെ ഇവൻ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ബിസിനസ് അടിപൊളിയാണ്. അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, 2 മാസം കഴിഞ്ഞിട്ടുള്ള നമ്മൾ വാടക കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക്, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിൽ, ഞാൻ 2020 ഈ സൂപ്പർ മാർക്കറ്റ് പൊട്ടി 1,20,00,000 രൂപ ബാധ്യതക്കാരനായി. അന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സമ്മതിക്കാം. പൊട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡയറിയിൽ 2020 എഴുതി വെച്ചു, ഞാൻ പരാജയപ്പെട്ടു, പക്ഷെ ഞാൻ തിരിച്ചു വരും. അതുപോലെ അത് മാത്രമല്ല, മറ്റുള്ളവരോട് നമ്മളെ ഈ പരാജയം മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാം, നമുക്ക് മുന്നോട്ട് പോകാനുള്ള തോട്ട്സ് അതിവിടെ കട്ടാവും. കാരണം നമ്മളെ എനർജി എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്? ഈ പരാജയത്തെ മറച്ചു വെക്കാൻ. ഒരു പക്ഷെ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇവൻ എന്നോ അറിഞ്ഞിട്ടുണ്ട്, നമ്മളെ നാട്ടുകാർ, നമ്മളല്ലാത്ത, നമ്മളെ ഭാര്യ ഉമ്മയല്ലാത്ത എല്ലാവരും എന്നോ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറയില്ല അവരറിഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ഇവരെന്താ പറയണത് നോക്കാനാണ് നമ്മളോട് ചോദിക്കണേ. അപ്പം നമ്മൾ പറയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അത് മറച്ചു വെക്കാൻ എനർജി ചിലവാക്കേണ്ടത്. ഈ എനർജി ചിലവാക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാം, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വിഷൻ, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തോട്ട്സ് എല്ലാം ഇവിടുന്ന് വരണം. അപ്പം നമുക്ക് കോൺഫിഡൻറ്റ് വിടണം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പറയാം, ഞാൻ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാൻ 1,20,00,000 രൂപേൻ്റെ കടക്കാരാണ്. ചിലർ കരഞ്ഞു, അവരെ ഉള്ളിൽ ചിരിക്കണം. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കണ്ടു അവരെ ഉള്ളിൽ ചിരിക്കുന്നത് കണ്ടു. അവരെന്നെ കെട്ടിപ്പിടിച്ചു. നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവരെ ബോഡി ലാംഗ്വേജ്, എനിക്ക് സത്യമാണ് പറയുന്നത്, അവരെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ പരാജയപ്പെടുകയാണ്. നമുക്കുണ്ടാകുന്ന ഏത് വീഴ്ചയായാലും ആ വീഴ്ചയെ അംഗീകരിച്ചു, അതിനെ മറച്ചു വെക്കാൻ, അതിനെ നമ്മൾ നെവർ മൈൻഡ് ചെയ്യണം. നമ്മുടെ വിഷനിലേക്ക് സഞ്ചരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകും. പിന്നെ ഇതിൽ ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണ്?
അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. എന്തിനാ കൈയടിച്ചത്? ഇതാണ് ഇത്തരം കൂട്ടായ്മയുടെ പവർ. നമ്മൾ എന്താണോ ഒരു വിജയിച്ച ആള് എന്താണ് ചിന്തിക്കുന്നത്, ആ ഒരു തോട്ട് പാറ്റേണിലേക്ക് ഞാൻ നിങ്ങളോട് കൈയടിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അടിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചു പോവും. അതാണ് ഇത്രയും കൂട്ടായ്മയോടുള്ള പ്രത്യേകത. അപ്പം നമ്മൾ കൂട്ടുകൂടുമ്പോൾ ഇത്തരം ആളുകളോട് കൂട്ടുകൂടാം. അപ്പം എനിക്ക് ഈ പറഞ്ഞതിന് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മളൊന്ന് എണീറ്റ് നിന്ന് നമ്മൾ ഇതുവരെ എത്തിച്ച എല്ലാവരും എണീറ്റ് നിന്ന് ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വിജയത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ മാതാപിതാക്കളെ, നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ ടീം അംഗങ്ങളെ, നമ്മുടെ ഗുരുനാഥൻ, അവർക്കെല്ലാവർക്കും ഒരു മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്യും. എല്ലാവരും ഓക്കെ. കൺഗ്രാറ്റുലേഷൻ. ചാദ്ര പാക്കിയിട്ടുണ്ട്